ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ബ്ലൂ ഷ്രിമ്പും മിസ്റ്ററി ഗോൾഡൻ സ്നെയിലും കിടക്കുന്ന ടാങ്കാണ്. ഇതിനകത്ത് നല്ലപോലെ നമ്മൾ പ്ലാന്റഡ് ആയിട്ട് വെച്ച ടാങ്കാണ്. ഇപ്പോൾ ഈ മിസ്റ്ററി സ്നെയിൽ ഫുൾ പ്ലാന്റും തിന്ന് തീർത്തു. അപ്പോൾ നമ്മുടെ ഷ്രിംസിന് ഇപ്പോൾ ടാങ്കിൽ ലീഫ് ഒന്നുമില്ല, ഹൈഡിങ് പ്ലേസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ജാവ മോസും പിന്നെ കുറച്ച് മോസുകളെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് വരുമ്പോഴേക്കും നമുക്ക് മിസ്റ്ററി സ്നെയിലിന് ഈ ടാങ്കിൽ നിന്ന് എന്തായാലും മാറ്റണം. കാരണം ഇതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ ഇവറ്റങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് കിട്ടിയില്ല. അതേപോലെ നമ്മുടെ ഷ്രിമ്പിൻ്റെ ബേബീസ് ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ആ സ്നെയിലിൻ്റെ മേത്തൊരു കുഞ്ഞിരിപ്പുണ്ട് ബ്ലൂവിൻ്റെ. അതേപോലെ കുറേ സ്ഥലങ്ങളിൽ ഈ ടാങ്ങിൻ്റെ ഇരിപ്പുണ്ട്. നമുക്ക് ഒരു 10-25 കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. അവർക്ക് പ്ലാന്റ് ടാങ്കാണ്, അവർക്ക് നല്ല ഉഷാറായിട്ട് വളരാൻ. എന്തായാലും ഇതിനെ തിന്നാനായിട്ടൊന്നും ഇതിനകത്ത് ഈ ടാങ്കിലില്ല. പക്ഷേ എന്നാലും നമുക്ക് അവർക്ക് വേണ്ട ഒരു എൻവയോൺമെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും കുറച്ച് പ്ലാന്റഡ് ആക്കി മാറ്റണം ഈ ടാങ്കിനെ. അപ്പോൾ നമ്മളെന്തായാലും മിസ്റ്ററി സ്നെയിലിനെ നമ്മുടെ ഗാർഡൻ ഷെഡിലെ ഗപ്പിയുടെ ടാങ്കിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയത് കാണിച്ചതാണ്. ഇതിനകത്ത് കുറേ സ്ഥലങ്ങളുണ്ട്. ക്യാമറയുടെ സൂം കറക്റ്റ് ആകാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. ആ സ്നെയിലിൻ്റെ മേത്ത് പറഞ്ഞ ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പോൾ ടാങ്കിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് നിലത്ത് ഗ്രാവലിലേക്ക് ഇരിപ്പുണ്ട്. പിന്നെ ബ്ലാക്ക് കളർ ഗ്രാവലും കൂടിയാണ്. അപ്പോൾ കുറേ എണ്ണത്തിനെ കാണാനായിട്ട് ഇത്തിരി പ്രയാസമുണ്ട്. അല്ലാണ്ട് നോക്കുമ്പോൾ കാണാൻ പറ്റാറുണ്ട്. പക്ഷേ ഈ ഫോണിലെടുക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാണാനായിട്ട്. പിന്നെ ഇതിനകത്ത് ഒരു രണ്ട് പ്ലിക്കോകളും കിടപ്പുണ്ട്. പ്ലിക്കോ പിന്നെ ആരും ഉപദ്രവിക്കില്ല, ബോട്ടം ഫീഡറും കൂടി ആയ കാരണം പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റുകൾ ഞാൻ വീണ്ടും നിങ്ങളെ കാണിക്കുന്നതാണ്.